8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെയും മക്കളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ ഒരു ചർച്ച എന്നുള്ളത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. എന്താണ് സാറേ ഈ പുസ്തകം തുറന്ന് വെച്ചെഴുതുന്ന പരിപാടി? കോപ്പി അടിക്കാൻ മാത്രമേ പണ്ടൊക്കെ പുസ്തകം തുറക്കാറുള്ളതിനല്ലേ. ഇപ്പോൾ എക്സാം വരെ പുസ്തകം തുറന്ന് എഴുതാം എന്നുള്ള രീതിയിലേക്ക് മാറി. പല ആൾക്കാരും മനസ്സിൽ ലൊട്ടുപൊട്ടിയ മാറിയാണ് പരീക്ഷയൊക്കെ പുസ്തകം തുറന്ന് എഴുതാം, ഹാപ്പിയാണല്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സാറേ, ഒരു പ്രശ്നമുണ്ട്. ഇതുവരെ നിങ്ങൾ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനെ കുറിച്ച് കേട്ടിട്ടില്ല. ഇപ്പം ഇത് 8ാം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ അങ്ങ് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഓക്കെ. അപ്പോൾ 9ാം ക്ലാസ്സിലെ മക്കൾക്ക് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് പുതുതായിട്ട് വന്ന ആ ഒരു മാറ്റം ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക, അപ്പോൾ അതിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണെങ്കിൽ അതിലേക്ക് കടക്കാൻ പോവാണ്. വെൽക്കം ടു ഏഗൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാർ. ഓക്കെ. അപ്പോൾ സാറേ, ഈ പറഞ്ഞ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് മുന്നേ നമുക്കൊരു എക്സാമിനേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോഴുള്ള അത് നോർമൽ സിസ്റ്റം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിരിക്കും. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? സ്പെസിഫിക് ആയിരിക്കും. എന്താണ് ക്വസ്റ്റ്യൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം മാത്രം. ഓക്കെ. ആരാണ് ഇന്ത്യയുടെ എന്താ പറയുക രാഷ്ട്രപിതാവ്? മഹാത്മാഗാന്ധി. അതായത് ഒരു ചോദ്യം അതിനൊരു ഉത്തരം. ഇപ്പം എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ 3 പ്രത്യേകതകൾ എഴുതാൻ പറയാം. ആ 3 പ്രത്യേകതകൾ എന്ത് ചെയ്യാം? നമ്മൾ സിമ്പിളായിട്ട് എഴുതി വെക്കാം. ഇപ്പം പശുവിൻ്റെ 3 പ്രത്യേകതകൾ, പശു എന്ത് നമുക്ക് തരുന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? പശു പാല് തരും, അതുപോലെ പശു ചാണകം തരും, പശു എന്ത് ചെയ്യും? മീറ്റ് തരും, അല്ലെങ്കിൽ പശു മോര് തരും, തൈര് തരും എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാം. അത് സ്പെസിഫിക് ആണ് ചോദ്യം. ഇങ്ങനെ സ്പെസിഫിക് ആയുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മുടെ പരീക്ഷകളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ PGക്ക് പഠിക്കുന്ന സമയത്ത്, സാറൊക്കെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസിനെ കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഹായ്, നാളെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്, പുസ്തകം തുറന്ന് നോക്കണ്ട, നേരെ പോകാം, ബുക്ക് അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് എന്താ ചെയ്യാന്ന്. അപ്പോൾ ഒരുത്തും ചോദിച്ചു, ബുക്ക് ഏതാ? പുസ്തകം അറിയില്ല. പുസ്തകത്തിന് വേഗം എവിടെ പോകണം? ലൈബ്രറിയിൽ പോകണം. ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യനും കൊണ്ട് നേരെ ലൈബ്രറിയിൽ പോകണം. ആ ടോപ്പിക്ക് നോക്കി ആ ടോപ്പിക് റിലേറ്റഡ് ബുക്ക് എടുത്തിട്ട് അത് റെഫർ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് തന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സബ്മിറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ അസൈൻമെൻറ്റ് അന്ധകാലത്ത്. അത് ഓപ്പൺ ബുക്ക് ആയിരുന്നു, നമുക്ക് എവിടെ വേണമെങ്കിൽ നോക്കി എഴുതാം. കൈൻഡ് ഓഫ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് അത്രത്തോളം ഡിഫിക്കൽട്ടി ഒന്നും തോന്നില്ലെങ്കിലും ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഓപ്പൺ ബുക്ക് ടെസ്റ്റ്, പുസ്തകം തുറന്നു വെച്ചിരുന്ന പരിപാടി വന്നാൽ എന്തായാലും ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കില്ല, അതായത് സ്പെസിഫിക് ആയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ സാർ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക? ആ ചോദ്യങ്ങളാണ് അനലിറ്റിക്കൽ ചോദ്യങ്ങളായിരിക്കും. ഒരു അനലിറ്റിക്കൽ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് വരിക. അനലിറ്റിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അനലിറ്റിക്കൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ താരതമ്യം ചെയ്യുക, ഒരു പഠനം നടത്തുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിമാലയത്തിനെ കുറിച്ച് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ വിവിധ ഭൂസവിശേഷതകളെ കുറിച്ച് താരതമ്യം ചെയ്തിട്ട് അവിടുത്തെ ജനജീവിതം എങ്ങനെയായിരിക്കും, അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ എന്തായിരിക്കും, എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ നടക്കാത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകത്തിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഒരു അനാലിസിസ്, കമ്പാരിസൺ. ഓക്കെ. ഒരു സംഭവം പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇത്രയുള്ള കാര്യം, പുസ്തകങ്ങൾ തുറന്നു വെച്ച് ഒരു ഏരിയ മാത്രം നോക്കി എഴുതുന്ന പരിപാടിയല്ല. ആ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും നോക്കിയിട്ട് ഒരു അനാലിസിസ്, താരതമ്യം നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ഉത്തരം എഴുതി കൊടുക്കണം. അതായിരിക്കും നമ്മുടെ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ രീതി എന്നുള്ളത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചിട്ട് അതിനെ 3 പോയിൻ്റായിട്ട് എഴുതുന്ന പരിപാടി ഒരിക്കലും ഉണ്ടാവില്ല. 2-3 ഭാഗങ്ങൾ വായിച്ചിട്ട് അത് തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, പശുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച്, അപ്പുറത്ത് ആനയെക്കുറിച്ചും പഠിച്ചു, അപ്പുറത്ത് നിങ്ങൾ ലയണിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് സിംഹത്തിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പഠിച്ചു. നിങ്ങളുടെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനെ കുറിച്ച് ചോദിക്കുക, വിവിധ ജീവികളുടെ ആഹാര രീതി എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് ആഹാര രീതി അങ്ങനെയായി മാറിയത്, പശു എന്തുകൊണ്ടാണ് ഇത് തിന്നത്, അല്ലെങ്കിൽ പശുവിന് എന്തുകൊണ്ട് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് വളർത്തുന്നു, സിംഹത്തിന് എന്തുകൊണ്ട് നമ്മൾ വളർത്തുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ യുക്തി വെച്ച് ചിന്തിച്ചിട്ട് മുഴുവൻ വായിക്കുമ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും. അതായിരിക്കും ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് നമുക്ക് എഴുതേണ്ടി വരിക.
അപ്പൊ അതായത് ഇതൊക്കെ PG ലെവലിൽ, PG എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും, PG എന്ന് വെച്ചാൽ നമ്മുടെ ബിരുദാനന്തര ബിരുദം, പോസ്റ്റ് ഗ്രാജുവേഷൻ, ആ PG ലെവലിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ UG ലെവലിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും IIT-കളിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് പരീക്ഷ തന്നെയാണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. പക്ഷെ നിങ്ങൾക്ക് ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാമാണ് ആ ബുക്കിലുള്ളത്, ഏതെല്ലാം ഭാഗങ്ങൾ എവിടെയെല്ലാം ഉണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ പിന്നെ പരിപാടി എളുപ്പമായി. പുസ്തകം എടുത്ത് നോക്കുക, ഈ ഏരിയ എന്നാണ് ചോദ്യം വന്നത്, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞ ഇതുമാണ്. അപ്പോൾ അതിൽ ആ 2 ഭാഗങ്ങൾ വായിക്കുക, നമ്മുടെ കൺക്ലൂഷൻസ് എഴുതി വെക്കുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസിൽ ഉണ്ടാവില്ല. നോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, നോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ചോദ്യങ്ങളോ ഉണ്ടായിരിക്കില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഓക്കെ, ഈ ചോദ്യം അതിൻ്റെ ഉത്തരം ഉണ്ടാവില്ല. പക്ഷേ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കുള്ള എങ്ങനെയാണ് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരിക, അത് എങ്ങനെയാണ് എഴുതേണ്ടത്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിനൊക്കെയല്ലേ എയ്ഗണുള്ളത്. ഓക്കെ, അപ്പം എയ്ഗണിൻ്റെ ചാനലിലേക്ക് ഇതുവരെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ എയ്ഗണിൻ്റെ വാരിയർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കുക. 9207100600 എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിലങ്ങ് വിളിച്ച് അഡ്മിഷൻ എടുക്കുക. എല്ലാം അതിൽ സെറ്റാണ് കേട്ടോ. ആദ്യം നമ്മൾ പുസ്തകം മുഴുവനായിട്ടൊന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അതിലെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മളൊന്ന് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മെൻറ്റേഴ്സും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ സോഷ്യൽ സയൻസിൽ വന്നാലുള്ള അവസ്ഥ. ഒരു കമ്പാരിസൺ സ്റ്റഡി, ഒരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എക്സാം അല്ല, ആ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ എനിവേ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഫസൽ സാറ് വീണ്ടും വരും, മറ്റു ടീച്ചേഴ്സും വരും. എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് വരിക. താങ്ക് യു, ബൈ, സി യു.